Happy birthday to you. Happy birthday to you. Thank you. Happy birthday, dear Sharon. Happy birthday to you. ഹൈ ഗൈസ്, ഗുഡ് മോർണിംഗ്. 4:30 മണിയാണ്. ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഷാരൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാ സബ്സ്ക്രൈബേഴ്സും നിനക്കിതിൽ വിഷ് ചെയ്യുന്നതായിരിക്കും. നീ ഒറ്റയ്ക്കാന്ന് വിചാരിക്കട്ടെ, ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ. ആക്ച്വലി ഇതൊരു ഭയങ്കര വിഷയമായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് അവനെ വിട്ടില്ല. ബർത്ത്ഡേ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഹി കെയിം ബിക്കോസ് വി ബുക്ക്ഡ് ആൻഡ് അങ്ങനെ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അവനത് ഞാൻ ഇത് ബർത്ത്ഡേ ആയിട്ട് പോലും ഇവിടെ ഈ തണുപ്പത്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചത് അതും എൻ്റെ കൂടെ. സോ എന്തായാലും ഇറ്റ്സ് ഗ്രേറ്റ്. ആൻഡ് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. സോ കോൾഡ്. ഞാൻ 3 സോക്സ്, മുകളിൽ 5 ലെയേഴ്സ്, ഈ ഒരു ജാക്കറ്റ്, അടിയിൽ 2 സ്വെറ്റേഴ്സ്, 2 തേർമൽസ്, 2 ഗ്ലൗസ്, അടിയിൽ 2 തേർമൽ പാൻസും ഒരു ട്രക്ക് പാൻസും ഇട്ടിട്ടും പറ്റുന്നില്ല. എന്തായാലും 4 മണിയാണ്. ഇറ്റ്സ് ഏകദേശം -11 ഐ തിങ്ക്. എങ്ങനെയെങ്കിലും വെളിയിൽ പോകണം. വെളിയിലിറങ്ങാൻ പേടി ആക്ച്വലി. ഈവൻ ബ്രഷ് ചെയ്യാനും കൈ നനയ്ക്കാൻ പറ്റില്ല കേട്ടോ. ബ്രഷ് ചെയ്യുമ്പോൾ നേരെ വെള്ളം എടുത്ത് ബ്രഷിലേക്ക് ഒഴിച്ച് ബ്രഷ് ചെയ്തിട്ട് പിന്നെ വെള്ളം കുടിച്ചിട്ടായിരിക്കും വാ ക്ലീൻ ചെയ്യുന്നത്. സോ ആ പരിപാടിയൊക്കെ ചെയ്തിട്ട് ലേറ്റ് ആവാൻ പറ്റില്ല. ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ. എടാ, വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുക. അവനൊന്ന് രാവിലെ ഇറങ്ങിയത് വെളിയിലേക്ക്, ഐസായി പോയിന്ന്. ഓക്കെ, പോട്ടെ, ലേറ്റായി. ഗൈസ്, ട്രെക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ ട്രെക്ക് ചെയ്തു. പക്ഷെ ട്രെക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ബോഡിയൊക്കെ വാമായി, കംഫർട്ടബിളായി. പക്ഷെ നല്ല കയറ്റമാണ്. ബ്രീത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് മൂക്കി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോൾഡൊന്നും ഇല്ല, പക്ഷെ തണുപ്പ് കാരണമായിരിക്കും, ഓൾട്ടിറ്റ്യൂഡ് കാരണമായിരിക്കും, അറിയില്ല. പക്ഷേ വെരി എക്സൈറ്റഡ്. കാരണം ഇന്നാണ് ഫൈനൽ സമ്മിറ്റ് ഡേ. സമ്മിറ്റ് ഡേ എന്ന് പറഞ്ഞാൽ എൻഡ് പോയിന്റ്. അത് കണ്ട് അവിടെ ഒരു വേസ്റ്റ് ആയി സ്നോ കാണുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. സോ അതിനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ബർത്ത്ഡേ പോയി തണുത്ത് വരച്ചിരിക്കുന്നുണ്ട്. എന്തായാലും ഒരിക്കലും മറക്കാത്ത ബർത്ത്ഡേ ആയിരിക്കും അവിടെ. ഇത് 100%. ഇരുട്ടാണെങ്കിലും ചെറുതായിട്ട് സൺറൈസിനുള്ള ടൈമായിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഒരു ലാൻഡ്സ്കേപ്പ്. ഈ ഫോറസ്റ്റ് എന്നൊക്കെ മാറി മൗണ്ടൻ ടോപ്പിലേക്കായി. ഇരുട്ടായിരിക്കും അതിനും, പക്ഷേ എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ ഞാൻ പോസ്റ്റ് എഡിറ്റിൽ ബ്രൈറ്റ് ആക്കാം. പക്ഷേ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. ദ ഏർലി മോർണിംഗ് അവിടെ റേഞ്ചസ് കാണാം, സൺറൈസ്. എന്തായാലും സൺറൈസ് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഷെപ്പേർഡ്സ് ഹട്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആൾതാമസമുണ്ട്. ഇവിടെ ഈ മൗണ്ടൻ ഗോട്ട്സിനെയൊക്കെ മേയ്ക്കുന്നവരാണ് ഇവിടെ താമസിക്കുന്നത്. പക്ഷെ അവർക്ക് ഹീറ്റ് സോഴ്സ് ഒന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. അവർ തണുപ്പ് യൂസ്ഡായി അവർ ജീവിക്കുകയാണ്. സമ്മതിക്കണം. പക്ഷെ ഐ തിങ്ക് വൺസ് യു ആർ യൂസ് ടു ഇറ്റ്, ഇറ്റ്സ് ഫൈൻ. ഇപ്പോൾ ഫോറസ്റ്റേ കാണുന്നില്ല. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മൗണ്ടൻസ്. ഹൊറൈസണിൽ മൗണ്ടൻസിൻ്റെ ബാക്കിലായിരിക്കും സൺറൈസ് ചെയ്യുന്നത്. ഓ ഗൈസ്, ഇത് കണ്ട, രാവിലെ സൺറൈസ് ആയി തുടങ്ങി. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് അല്ലേ? നിങ്ങളെല്ലാവരും എന്തായാലും ലാസ്റ്റ് ഞങ്ങളുടെ ഒരു ഫുൾ എക്സ്പീരിയൻസും ഞങ്ങളിവിടെ എടുത്ത എല്ലാ ഫോട്ടോഗ്രാഫ്സും വെച്ച് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിലെ പ്ലസ്, ഇതിലെ മൈനസ് പോയിന്റ്സ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഓർക്കണ്ട. പക്ഷെ എന്തായാലും ഈ വീഡിയോസും ഞങ്ങളുടെ ഈ ഫുൾ സീരീസ് കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു തണുത്ത് വരച്ചായിരിക്കും. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് യു വിൽ ഫീൽ ദ കോൾഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നോക്കിക്കേ, എന്തൊരു ഭംഗിയാണ്. വെരി റയർലി യു ക്യാൻ സീ മോർ ബ്യൂട്ടിഫുൾ സൺറൈസസ് ആൻഡ് ദീസ്. കന്യാകുമാരിയിലും ബീച്ചസൊക്കെ കണ്ടാലും മൗണ്ടൻസിലുള്ള സൺറൈസാണ് ഐ ഫീൽ ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൺറൈസ് എവർ. ഇതിപ്പോൾ കണ്ട, ശരിക്കും മൗണ്ടൻസിൽ കയറുന്ന പോലെ തന്നെയാണ് ഫീലിംഗ്. നേരത്തെയൊക്കെ ഫോറസ്റ്റും പിന്നെ ചെറിയൊരു പാത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അതൊന്നുമില്ല. 2 മണിക്കൂറുണ്ട് മുകളിലേക്ക്. ഫുൾ ഇതുപോലത്തെ വടിയില്ലാത്ത മൗണ്ടൻസിൽ കൂടെ തന്നെ കയറണം. ജസ്റ്റ് ഇത് മൗണ്ടൻ റേഞ്ചസ്. അടിപൊളി.
ഇതാണ് ഇപ്പോൾ കുറച്ച് മൗണ്ടൻസിൻ്റെ അടിയിൽ നിന്ന് മൗണ്ടൻസിൻ്റെ മുകളിൽ നമുക്ക് അടിയിലേക്ക് ഫോറസ്റ്റ് കാണാം. മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഒരുപാട് അടുത്തായതുപോലെ തോന്നുന്നു. നൗ ഇറ്റ്സ് വാസ്റ്റ് ഏരിയാസ് ഓഫ് സ്നോ. ഇവിടെ നോക്കിയാലും അവിടെ നോക്കിയാലും എവറിത്തിങ്. സോ ഇതേ നമ്മുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അടിപൊളി ബർത്ത്ഡേ ആയിരിക്കും. ഒരിക്കലും ലൈഫിൽ മറക്കാത്തൊരു ബർത്ത്ഡേ ആയിരിക്കും. അവിടെ സൺറൈസ്, ഇവിടെ മൂണ് ഇസ് ജസ്റ്റ് ഗോയിങ് ഓഫ്. അപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടെ കാണാൻ പറ്റുന്നത് എന്തൊരു ഭംഗിയായത്. ഐ കാൺ എക്സ്പ്രസ് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നിങ്ങൾ തന്നെ വന്ന് അനുഭവിക്കണം ഇതിൻ്റെ ഭംഗി. വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇത് കണ്ട ചെറിയൊരു ട്രാക്കേ ഉള്ളൂ, പക്ഷെ രണ്ട് സൈഡിലും സ്നോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ, കുറച്ചും കൂടി കഴിയുമ്പോൾ സ്നോവിൻ്റെ ആഴം ഭയങ്കര ഡെപ്തായിരിക്കും രണ്ട് സൈഡും. ഓൾമോസ്റ്റ് നമ്മുടെ അര വരെ കാണും എന്നാണ് പറയുന്നത്. എനിക്ക് ഫുൾ ടൈം വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫുൾ ടൈം എടുത്തുകൊണ്ടിരുന്നതിന് കൈ മരവിച്ച് പോകുന്നു. ഇത് കണ്ട ചെറിയൊരു പാത്തേ ഉള്ളൂ. ഈ പാത്തിൽ കൂടെ നടക്കണം. സ്ലിപ്പറിയാണ്. നമ്മൾ സ്പൈക്സ് ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇവിടെ ഒന്നും തന്നെയാ അങ്ങോട്ട് ഉരുണ്ട് പോകും. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. പക്ഷെ കുറച്ച് ദൂരമേ ഉള്ളൂ. അതിന് അവിടെ ഒരു റെസ്റ്റിംഗ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് സ്പൈക്സ് അവർ തരുമ്പോൾ ഹീറോസും കാണിച്ച് ഇടാതെ ഒന്നും ഇരിക്കരുത്. സ്പൈക്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നല്ല ഗ്രിപ്പ് വരും. പിന്നെ നല്ല ആങ്കിൾ സ്ട്രെങ്ത്തിനുള്ള എക്സസൈസും ചെയ്യും ഇവിടെ വരുന്നതിന് മുമ്പ്. കാരണം ആങ്കിളിനും ലെഗ്സിനുമാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ. അതുകൊണ്ട് നല്ല എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് സ്ട്രെങ്ത് ആയിട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ സൺ റൈസൊക്കെ ആയി. റൈസ് ആയിക്കൊണ്ട് വരുന്നു. നൗ ഇറ്റ്സ് ലുക്കിംഗ് റിയലി പ്രിറ്റി. ആ സൺറൈസ് സ്നോയിലടിച്ച് സ്നോന്ന് നല്ലൊരു ഗ്ലേസ് ആണ്. പക്ഷേ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നല്ല ഗ്ലാസ്സസ് ആയിട്ട് വരണം. അത് മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ അവർ ഹൈക്കിന് കൊണ്ടുവരില്ല. കാരണം സ്നോയിന് അടിക്കുന്ന റിഫ്ലക്ഷൻ ക്യാൻ കോസ് പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ് ടു അവർ ഐസ്. അതുകൊണ്ട് നന്നായി ഞാൻ നല്ല ഗ്ലാസ് വാങ്ങിയത്. മറ്റേ 200 രൂപയുടെ റേബാനൊന്നും വാങ്ങിക്കൊണ്ട് വരരുത്. എന്തായാലും ശരിക്കും അന്തുവും ജെഫ്രിനും കൂടെ ഇവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. പക്ഷേ അന്തുവിന് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും പറ്റത്തില്ല. ജെഫ്രിനാണെങ്കിൽ ഇങ്ങനത്തെ ഫുഡൊന്നും കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ ദേഷ്യവും വരും. സോ അവരായിട്ട് വേണ്ടി ഒരു ലക്ഷറി ട്രെക്കിങ്ങിന് വല്ലതും പോവാം. പക്ഷെ എന്തായാലും ദിസ് ഇസ് വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ്. ഇപ്പോൾ കണ്ട എന്തൊരു ഭംഗിയായി വന്നുകൊണ്ടിരിക്കുകയെന്ന് കണ്ട. ഇപ്പോഴും മൂണുണ്ട്. ഇത് വേറെ ഏതോ ഒരു പ്ലാനറ്റ് പോലെ തന്നെ. ഐ എം ഫീലിംഗ് ഐ മീൻ സം അതർ പ്ലാനറ്റ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തായി ആ നേരെ കാണുന്നതാണ് ഹയസ്റ്റ് പീക്ക് ദയ്യാറ ബുഗിയാൽ എന്ന് പറയുന്ന ട്രെക്കിൻ്റെ സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എൻഡ് പോയിന്റ്. സോ അത് അടുത്താണെങ്കിലും നടക്കാൻ കുറച്ച് കാണും, ഒരു അരമണിക്കൂർ കാണും. പക്ഷെ അതാണ് സബ്മിറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രിപ്പ് സക്സസ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഓൾമോസ്റ്റ് എവ്രി വൺ കംപ്ലീറ്റഡ് ഇറ്റ്. ഓരോരോ ടൈം എടുത്തിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് പേർക്ക് ഓക്സിജനൊക്കെ കൊടുക്കേണ്ടി വന്നാലും എവ്രി വൺ കംപ്ലീറ്റഡ് ഇറ്റ്. ആ മെഡോസ്, ഇത് ഫുൾ മെഡോസ് ആണ്. സമ്മറിൽ ഇത് ഫുൾ പച്ചപ്പായിരിക്കും. ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്നോ ക്യാപ്ഡ് മെഡോസ് ആണ്. ഇത്രയധികം സ്നോ വീഴുന്ന മെഡോസിന് മലയാളം എനിക്കറിയില്ല ആണിത്. ആൻഡ് ഇത് കാണാനാണ് നമ്മളിവിടെ വന്നത്. ദൂരെ ആൾക്കാർ പോകുന്നുണ്ടോ? ശരിക്കും ഒരു ഫിലിം ലൊക്കേഷനോ അല്ലെങ്കിൽ ഒരു അന്റാർട്ടിക്കയോ ഒരു ആർട്ടിക് ഫീലൊക്കെ ഇല്ലേ? എന്തൊരു ഭംഗിയല്ലേ. ഇതാണ് അവർ ആക്ച്വലി അവരുടെ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രെയിനിൽ ആൾക്കാർ നടന്നു പോകുന്നത്. ശരിക്കും ടയേർഡായി. പക്ഷേ വർത്ത് എവ്രി ഞാൻ വീണ്ടും പറയാം, വർത്ത് എവ്രി മിനിറ്റ് ഓഫ് ഹാർഡ് വർക്ക്. ഈ ഒരു എക്സ്പീരിയൻസ് അത്ര അടിപൊളിയാണ്. ഗൈസ് ഇപ്പോൾ നോക്കിക്കോ, കണ്ട ഈ ഒരു ഹൈറ്റ് നമ്മുടെ ഷൂസിൻ്റെ ഇത്ര വരെ ഉള്ളൂ സ്നോ. പക്ഷെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് നീ ലെവൽ അല്ലെങ്കിൽ ബേസ് ലെവൽ വരും എന്ന് പറയുന്നത്. നോക്കാം, ഷാറിനൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട കുറച്ചും കൂടെ ഡീപ്പായി, ഏകദേശം മുട്ടിൻ്റെ തൊട്ട് താഴെ വരെ ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്തോറും കൂടുതൽ ഡീപ്പാണ്. പക്ഷെ ഭാരം എങ്ങനെയാണ് ഈ പാത്തുണ്ടായത്? എനിക്കൊന്ന് കുറേ ട്രെക്കേഴ്സ് പോയി ഈ പാത്തുണ്ടായതായിരിക്കും. അല്ലെങ്കിൽ സ്നോയിക്കോട്ട് നടന്നെങ്കിൽ ഇപ്പോൾ കാലൊക്കെ വിറച്ച് ഒരു ലെവലായനെ. ഗൈസ് ഞാൻ വെച്ചാൽ ഇതാണ് സബ്മിറ്റ്, അതല്ല കേട്ടോ. അതേ കയറിപ്പോകുന്നുണ്ട് ആൾക്കാർ, അവിടെ വരെ പോകണം. പതുക്കെ പോകുന്നു. ശരിക്കും ഒരു സിനിമ കാണുന്നതൊക്കെ പോലെ അല്ലടാ. ശരിക്കും ഇറ്റ്സ് ലൈക്ക് എ മൂവി ലൊക്കേഷൻ. എന്ത് രസമോ ശരിക്കും മല കയറുന്ന പോലെ. ശരിക്കും സാധാരണ നമ്മൾ മല ഇപ്പോൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ഊട്ടിയൊക്കെ പോകുമ്പോൾ റോഡ്സ് അല്ലേ, യു ഡോണ്ട് ഫീൽ യു ആർ ഗോയിങ് അപ്പ് ദ മൗണ്ടൻസ്. പക്ഷേ ഇത് ശരിക്കും യു ഫീൽ യു ആർ ക്ലൈംബിങ് ദ മൗണ്ടൻ.
ഗൈസ് അപ്പോൾ മിഷൻ അക്കംപ്ലിഷ്ഡ്. നമ്മൾ സമ്മിറ്റിലെത്തി, ദയാറ ബുഗ്യാലിൻ്റെ സമ്മിറ്റിലെത്തി. സോ ഫസ്റ്റ് ട്രക്ക് ഇസ് എ ബിഗ് സക്സസ്. എല്ലാവരും എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. ഷാറിനൊന്നും കാണാനില്ല, അവനിപ്പോൾ വരുമായിരിക്കും. ഒരു 4-5 പേര് താഴെ വെയിറ്റ് ചെയ്യണം, കയറാൻ പറ്റുന്നില്ല. ലാസ്റ്റത്തെ ഗേറ്റ് അടിപൊളിയായിരുന്നു. സോ ടാസ്ക് അക്കംപ്ലിഷ്ഡ്. വ്യൂ ഉണ്ട് സമ്മിറ്റിൽ നിന്ന്. ഇറ്റ് ഇസ് ദ ടോളസ്റ്റ് പോയിന്റ് ഓഫ് ദിസ് ട്രക്ക്. എൻ്റെ വ്യൂ മൗണ്ടൻസ് ഭയങ്കര അടുത്തായി തോന്നുന്നില്ലേ? എന്തായാലും അടിപൊളി, അടിപൊളി. സോ ഹാപ്പി. ഞാൻ ഇടയ്ക്കൊക്കെ വിചാരിച്ചു നിർത്തിയാലോ എന്ന്, പക്ഷേ എന്തായാലും സോ ഹാപ്പി ഐ ആം ഏബിൾ ടു കംപ്ലീറ്റ്. ഇനി ഷാറിനും കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം. ട്രക്കിൻ്റെ ഒക്കെ ഗുണം എന്താണെന്ന് അറിയോ? ലാസ്റ്റ് നമ്മളത് എത്തിക്കഴിയുമ്പോൾ ആ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എന്തോ അച്ചീവ് ചെയ്ത ഒരു ഫീലിംഗ് തന്നെയാണ്. സോ ഭയങ്കര സന്തോഷം. ആൻഡ് ദ വ്യൂസ് ഈ ഒരു ഫുൾ ട്രെക്കിൽ എല്ലായിടത്തും ഭയങ്കര സീനിക് ആയിരുന്നു. ജസ്റ്റ് ഫീലിംഗ് ഹാപ്പി. ഉള്ളിൽ തിങ്ക് രാത്രിയിലത്തെ തണുപ്പ് ആൻഡ് ഏർലി മോർണിംഗിലെ തണുപ്പ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ലാസ്റ്റ് പറയാം. പക്ഷേ ലെറ്റ്സ് എൻജോയ് ദിസ് മൂവ്മെൻറ്റ്. നിങ്ങളൊന്നും കൂടെ ഒന്ന് കണ്ടോളൂ. ദയാറ ബുഗ്യാൽ. അപ്പോൾ സബ്മിറ്റ് എത്തി. അവരൊരു ഇവിടെ വെച്ച് ഒരു പോസ്റ്റ് കാർഡ് തന്നിട്ടുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആളെക്കുറിച്ച് ഒന്ന് എഴുതുക. ഇറ്റ്സ് എ ലെറ്റർ ടു നമുക്ക് തന്നെ നമ്മൾ എഴുതുന്ന ഒരു എഴുത്താണ്, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയായിരിക്കും? ഒബ്വിയസ്ലി പ്രിയയും വേദുവിനെയും അമ്മേനെ ആയിരിക്കും. അപ്പോൾ 3 പേരുടെയും പേരെഴുതി ഈ ഒരു ഡേറ്റ് വിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ അവരെ ഓർമ്മിക്കുന്നുണ്ട്. ഇമാജിൻ ഓൾ ഓഫ് ദം വെർ ദേർ. അടിപൊളിയല്ലേ? പക്ഷേ എന്തായാലും ബ്രെത്ത് ടേക്കിംഗ്, അത്രേ ഉള്ളൂ. മെമ്മറീസ് ഫോർ എവർ, മെമ്മറീസ് ഫോർ എ ലൈഫ് ടൈം. അപ്പോൾ ഞാൻ ലെറ്റർ ഒക്കെ എഴുതി എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റില്ല. പറയാം, ഡിയർ പ്രിയ, വേദു ആൻഡ് അമ്മ, ഐ വിഷ് യു ഗൈസ് വർ ഹിയർ ടു ഷെയർ ദിസ് ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ് വിത്ത് മീ. ഓൾവേസ് തിങ്കിങ് ഓഫ് യു ഓൾ. ലവ് യു സോ മച്ച്, ദില്ലു. അപ്പോൾ ഈ ലെറ്റർ എഴുതി. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 12,000 ഫീറ്റിലാണ്, 11,990 ഫീറ്റിലാണ്. ആൻഡ് വേറെ ഒന്നും പറയില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ അമേസിങ്, ഇറ്റ് ഹാസ് ബീൻ എൻ അമേസിങ് ട്രിപ്പ്. ഇനിയിപ്പോൾ തിരിച്ചു പോയി വേറൊരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. തിരിച്ച് ഇനി 7 കിലോമീറ്റർ താഴെ പോകണം. ഇന്നൊരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. നാളെ നമ്മൾ തുടങ്ങിയെടുത്തതിന് അവരുടെ ബേസ് ക്യാമ്പിലേക്ക് എത്തും. അപ്പോൾ ഇന്നത്തെ ഒരു ഡൗൺവേർഡ് ട്രെക്ക് ഉണ്ട്. അത് 7 ഡൗൺവേർഡ് ട്രെക്ക് ആദ്യമായിട്ടായിരിക്കും. സോ അത് വലിയ സ്ട്രെയിൻ കാണില്ലാന്ന് തോന്നുന്നു, പക്ഷേ കാലിനൊക്കെ സ്ട്രെയിൻ ആയിരിക്കും താഴത്തേക്ക് പോകുമ്പോൾ. എന്തായാലും ലെറ്റ്സ് മീ എൻജോയ് ദിസ് മൂവ്മെൻറ്റ്. ഇത് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് പോകുന്നതായിരിക്കും. ബർത്ത്ഡേ ബോയ് വന്നു. ഓ, എനിക്ക് തോന്നി നീ ഇത്രയും ലേറ്റായി വന്നപ്പോൾ. എന്നിട്ട് എങ്ങനെ വീണോ? ഓ, വല്ലതും പറ്റിയാ? വീണു. കുഴപ്പമില്ല, ബർത്ത്ഡേ ആകുമ്പോൾ ഒരു വീഴ്ചയൊക്കെ നല്ലതാ. എന്തായാലും അതിന് ഫോട്ടോസ് എടുക്കാം കുറച്ച്. ഫൈനലായിട്ട് ഇവിടെ ബാനർ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. എന്താ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബാനർ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ദയാറ ബുഗ്യാൽ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു ബാനർ വെച്ച് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. 3, 2, 1, lale! 3, 2, 1. അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം ദൂരം ഇറങ്ങി. എല്ലാവരും വരാൻ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ആണ്. കാരണം എന്താ അറിയോ, എല്ലാവർക്കും ആഗ്രഹമില്ല സ്നോയിൽ വന്നിട്ട് സ്ലൈഡ് ചെയ്യാൻ. അതിന് പറ്റിയൊരു സ്ഥലമാണ്. ഇത് കണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവരും വരട്ടെ, ഒരുമിച്ച് സ്ലൈഡ് ചെയ്ത് പോകാം, നല്ല രസമായിരിക്കും. അപ്പോൾ അത്രയും നടക്കുന്നതും കുറഞ്ഞല്ലോ. ഇവിടെ നേരെ താഴെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നും പോവാം. സ്ലോ അത് വിചാരിച്ചു, പക്ഷേ ഞാൻ വന്ന് കണ്ടല്ലോ ഫുൾ കെപ്രോയിൽ റെക്കോർഡായി തോന്നുന്നു. എല്ലാവർക്കും അപ്പോൾ പേടി. എനിക്ക് തന്നെ വെയിറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കും പറന്നു വന്നത്. പക്ഷേ കൈ മാത്രം കുറച്ച് തണുത്തിരിക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല. സ്നോ അല്ലേ, അതുകൊണ്ട് എന്തായാലും എനിക്കൊന്ന് ഈ സൈഡായിരിക്കും കുറച്ചും കൂടെ സേഫ്. ഞാൻ വന്ന കുറച്ചും കൂടെ ഡീപ്പാണ്. എന്തായാലും ഞാൻ എടുത്തില്ല, ഞാൻ ഇടും എൻ്റെ ബ്ലൂപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞത്. ബർത്ത്ഡേ ബോയ് വരുന്നുണ്ട് സ്ലൈഡ് ചെയ്ത്. What is the pink thing? टोपी लेते आना. Guys, അപ്പോൾ
സ്ലൈഡിങ് കഴിഞ്ഞ് ചെറുതായിട്ട് കൈയൊക്കെ ഒന്ന് വരഞ്ഞു. പിന്നെ ഒരു ഹൈക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം ഹൈക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരേലൊക്കെ ആയിട്ട് അല്ലാതെ തിരിച്ചു പോകാൻ പാടില്ലല്ലോ. പക്ഷേ അതല്ല, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. കുറച്ച് പേര് ഫ്രണ്ടിൽ, കുറച്ച് പേര് ബാക്കിൽ. സൈലൻസ് നോക്കിക്കോ. ഗൈസ്, ഇവിടെ നമ്മൾ തിരിച്ചു നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കുവാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല മാഗി നൂഡിൽസ് ഉണ്ട്. അപ്പോൾ ലഞ്ച് ഞാൻ മാഗി കഴിക്കാൻ വിചാരിച്ചു. മാഗി നൂഡിൽസും ഓംലെറ്റും. അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ താഴത്തേക്ക് പോയി അവിടെ ക്യാമ്പിങ്, അവിടെ ഒരു സ്നാക്സ് ടൈം ആകുമ്പോൾ എത്തും. എന്തായാലും സബ്മിറ്റ് കയറാൻ പറ്റി, അടിപൊളി. ഇതാബേ ഞാൻ ഓർഡർ ചെയ്തത് ഓംലെറ്റ്. ഡോക്ടർ ഇതൊന്ന് പിടിച്ച ഞാൻ ഒന്ന് കാണിക്കട്ടെ, അത് കാണിക്കാൻ വയ്യ. ഓംലെറ്റും എൻ്റെ അടിയിൽ മാഗിയും ഈ ഒരു मैंने बोला था एक बॉटल बैग के बगल में रखा था मैंने वहाँ पे। मेरे को ध्यान नहीं रहा, नीचे ही था. हाँ, താങ്ക് യു. എൻ്റെ ഒരു ബോട്ടിൽ ബൗൺസ് ചെയ്തപ്പോൾ ആ വീഴ്ചയിൽ പോയിരുന്നു, അതും കിട്ടി. ഒന്നും നഷ്ടപ്പെട്ടില്ല. അപ്പം ഇനി മാഗി ഓംലെറ്റും കഴിക്കട്ടെ. ഒന്നുകൂടെ പറഞ്ഞ പോലെ ഈ ഒരു അടിപൊളി ബാക്ക് ഡ്രോപ്പിൽ എന്ത് വേണം, ഡോക്ടർ ഫോർ കമ്പനി. അതായത് ഇത് തിരിച്ചു പോകുമ്പോൾ നല്ല വെയിലാണ്. ഇവിടെയൊക്കെ സ്നോ മെൽട്ടായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചൊരു ചെളി പോലെയാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോഴും കാല് നന്നായി വേദനെടുക്കും. കാരണം ഇങ്ങനെ കുത്തി കുത്തി നടക്കുന്നുണ്ട്. ടോസ് കൊണ്ടുപോയി നമ്മുടെ ഷൂസിൻ്റെ ഫ്രണ്ടിലിടിക്കും. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അധികം ടയേർഡായില്ലെങ്കിലും കാല് നല്ല വേദനയായിരിക്കും. ക്യാമ്പിൽ ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഷൂസ് ഊരിയാൽ മതി. ഏകദേശം 7-8 കിലോമീറ്റർ ഉണ്ട് ഇന്നത്തെ ട്രെക്ക്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പിലെത്തുള്ളൂ. മാഗി കഴിച്ചത് നന്നായി. ഇനി അവിടെ പോയി നേരെ സ്നാക്സും അതിന് കുറച്ച് നേരം ഒന്ന് കിടക്കണം. ഇതാണ് ഇറങ്ങുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഭയങ്കര ഈ ഐസാണ്, ഭയങ്കര സ്ലിപ്പറിയാണ്. എങ്ങാനും നമ്മൾ സ്പൈക്സ് ഇട്ടാണ് നടക്കുന്നത്. സ്പൈക്സ് അവർ തരും ഞാൻ പറഞ്ഞ പോലെ. പക്ഷേ എങ്ങാനും ഒന്ന് സ്ലിപ്പായാൽ പിന്നെ എവിടെ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. കാരണം പിടിക്കാൻ എവിടെയില്ല, കണ്ട സൈഡിലൊന്നും ഒന്നുമില്ല. സോ അത് മാത്രമാണ് ഇറങ്ങുമ്പോഴും വളരെ ഡേഞ്ചറസ് തന്നെയാണ്. സോ ഓൾവേസ് ബി കെയർഫുൾ ആൻഡ് ഓൾവേസ് ബി അലേർട്ട്. ഗൈസ്, റെസ്റ്റിംഗ് പോയിൻ്റ് വ്യൂ കണ്ട അത് ബാസുക്കി നാഗ് എന്ന് പറഞ്ഞ ഒരു അമ്പലമാണ്. അതിൻ്റെ സൈഡിൽ ഒരു സേക്രഡ് ലേക്ക് ഉണ്ട്. ദാറ്റ് ലേക്കിൽ ആക്ച്വലി ഇവർ ഒരുപാട് ഇതിനെ കുറിച്ചുള്ള എന്താ കഥകൾ പറയുന്നുണ്ട്. മെയിനായിട്ട് ലേഡീസ് അലൗഡ് അല്ല. ആ തണുത്ത വെള്ളത്തിൽ നിന്ന് മുഖം കഴുകിയപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, 3 ദിവസം കഴിഞ്ഞിട്ടാണ് മുഖം ഒന്ന് കഴുകുന്നത്. കാരണം ഈ ഉച്ച സമയത്തല്ലേ കഴുകാൻ പറ്റൂ. പക്ഷേ ഉച്ച സമയത്ത് കഴുകാൻ എവിടെയും വാട്ടർ സോഴ്സ് ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ ഭാഗ്യത്തിന് വെള്ളം ലേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ കുളിക്കാനോ കാല് കഴുകുമോ തുപ്പുവോ പാത്രം കഴുകുമോ അതൊന്നും പാടില്ല. മുഖം കഴുകാം, വേണമെങ്കിൽ കുടിക്കാം എന്ന് വരെയാണ് പറയുന്നത്. സോ റിഫ്രഷിങ്. മുഖം കഴുകുന്ന ഒരു സുഖമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്തൊരു പ്രാധാന്യമെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നല്ല കട്ടിലുകൾ കിടക്കുന്നതും നല്ല ക്ലൈമറ്റും നല്ല ഭക്ഷണവും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ദിസ് ട്രെക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ടീച്ചേഴ്സ് യു എ ലോട്ട് ഓഫ് തിങ്സ്. അതായത് അപ്പോൾ ഇവിടുത്തെ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്തു. ഇനി ഒരു 2.5 കിലോമീറ്ററും കൂടെയാണ് താഴത്തേക്ക്. ഏറ്റവും താഴത്തേക്കല്ല, ഇനി നമ്മുടെ അടുത്ത ക്യാമ്പ് സൈറ്റിലേക്ക്. എന്തായാലും ഇന്നും കൂടെ കിടന്നുറങ്ങിയാൽ മതി തറയിലും ടെൻറ്റിൻ്റെ അകത്തൊക്കെ. നാളെ അത് ഞാൻ പറഞ്ഞ പോലെ നല്ല ഹോട്ടൽ എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നാളെ തന്നെ പോയി നല്ല സ്ഥലത്ത് പോയി താമസിക്കാമല്ലോ. ആൻഡ് ഇന്നും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് സഹിക്കണം. പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ രാത്രി 3 സോക്സ് ഇട്ടിട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഈ താഴത്തേക്ക് നമുക്ക് എപ്പോഴും പോകുമ്പോൾ ഭയങ്കര ആവേശമാവുമല്ലോ. താഴത്തേക്ക് വരുമ്പോഴായിരിക്കും ഇനി എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെത്തിയാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഇത്രയും അധികം സന്തോഷം ഇതുവരെ ടെൻറ്റ് കാണാൻ ഉണ്ടായിട്ടില്ല ഇതിന് 3 ദിവസവും. കാരണം ഇന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് നടന്നത്. എനിക്കൊന്ന് 3 കിലോമീറ്റർ മുകളിലേക്ക്, ബാക്കി 9 കിലോമീറ്റർ താഴത്തേക്ക് കിടക്കുന്നത് നല്ല സ്ട്രെയിനാണ്, എളുപ്പമല്ല. പക്ഷെ കിതക്കില്ല അധികം. പക്ഷെ എന്നാലും കാല് നല്ല വേദനയായിരിക്കും. ക്യാമ്പ് സൈറ്റ് ഇസ് ഓൾസോ ബ്യൂട്ടിഫുൾ. ഇന്നൊരു സ്ലോപ്സിലൊക്കെയാണ്. എന്തായാലും ഇന്ന് ഭാഗ്യത്തിന് ഒരു ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നേരെ പോയി കുറച്ച് നേരം കിടന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, രക്ഷപ്പെട്ടു. അടുത്ത് നല്ല ക്യാമ്പ്. എന്തായാലും നേരത്തെ വന്നതുകൊണ്ട് ആദ്യമേ എത്തിയതുകൊണ്ട് നല്ല ഏതെങ്കിലും ഒരു ടെൻറ്റ് പോയി ചൂസ് ചെയ്യാം. അധികം സ്ലോപ്സിലൊന്നും അല്ലാത്ത ഏതെങ്കിലും ടെൻറ്റ്. അടിപൊളി. രാവിലെ തന്നെ മൗണ്ടൻസ് കാണാം. പിന്നെ കുറേ ഏരിയ ഉണ്ട് ഇവിടെ, അത് അടിപൊളിയായിട്ടുണ്ട്.
അത് ഇന്ന് ചായക്ക് പകരം നല്ല തണുത്ത ലൈം ജ്യൂസാണ്. തണുത്ത ലൈം ജ്യൂസ് റിഫ്രഷിംഗ് ആണോ? ഇതിന്റെ കാലൊക്കെ കണ്ട ഫുൾ പോയിരിക്കും. ഒന്ന് ഷൂ ബൈറ്റ്, ഒന്നങ്ങനെ പറഞ്ഞു 2 ഷൂ ബൈറ്റ്. ഭയങ്കര തണുപ്പ്. നിനക്കല്ലേ കണ്ട അവന് ഇതിൻ്റെ അകത്താണെങ്കിലും ഇറ്റ്സ് വെരി കോൾഡ്. ഇവിടെ ഭയങ്കര കാറ്റാണ്, ഓപ്പൺ എയർ ആയതുകൊണ്ട് ടെന്നിനകത്ത് ഇരുന്നിട്ട് പോലും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും നാളെ ആയാൽ മതി. എന്നിട്ട് എന്താ ഡെഹ്റാഡൂണിൽ ഒരു നല്ല ഹോട്ടൽ, ഏതെങ്കിലും ഒരു നല്ല ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ഒന്നും ചൂട് വെള്ളത്തിൽ കുളിച്ച് നല്ല കട്ടിൽ കിടന്നുറങ്ങണം. അത് മാത്രമല്ല നല്ല ഫുഡും കഴിക്കണം നാളെ. സോ അത് ബൈക്കിംഗ് ചെയ്താണ് പോകേണ്ടത്. എൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി വണ്ടിയാണ്. സോ എന്തായാലും പാസ്ത കഴിക്കാം. ഞാൻ ഫുഡിനെ കാര്യം പിന്നെ വീണ്ടും പറയാം. ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. നല്ല പാസ്തയും കോഫിയും ചായ ഉണ്ട്. പക്ഷേ എനിക്ക് മതി, 2 ദിവസം കുടിച്ചില്ലേ. എനിക്ക് ചായ അങ്ങനെ കുടിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്തായാലും തണുപ്പ് അൺബെയറബിൾ. അത് ഇവിടുത്തെ കുറച്ച് പേര് പുതിയൊരു ടെക്നിക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, കാലാണ് ഐസ് ആവുന്നത്. അപ്പോൾ ഇത് എന്തായാലും നനയ്ക്കാനുള്ള സ്വെറ്ററാണ്. ഞാൻ അത് കാലിൻ്റെ അകത്തേക്ക് എന്തൊക്കെയാന്ന് നോക്കും. വല്ല കാര്യമുണ്ടോയെന്ന് പ്രിയ ചോദിക്കും, അമ്മയും ചോദിക്കും. ഇങ്ങനെ കാലിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു പരിപാടിയാണ് ട്രൈ ചെയ്തത്. ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നില്ല, ഞാൻ വെറുതെ കിടക്കാൻ പോകും. ഷാരൻ്റെ വിഷമം, നീനുവിനെ വിളിക്കാം. നീനു ഷാരൻ്റെ വൈഫാണ്. ഷാരൻ്റെ ബർത്ത്ഡേ ആയിട്ട് വിളിക്കാൻ പറ്റിയില്ലല്ലോ. സോ അവൻ എവിടെയെങ്കിലും റേഞ്ച് ഇട്ടൊന്ന് തപ്പാൻ പോയിരിക്കുകയാണ്. സോ ഞാൻ ഈ ഒരു ടെക്നിക്ക് പരിശോധിച്ച് നോക്കട്ടെ, എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണമല്ലോ. कॉलेज मारते भी है कॉलेज। बार दिन ये आए तुम जियो हजारों साल आरज़ू। हैप्पी बर्थडे टू यू, हैप्पी बर्थडे टू यू, हैप्पी बर्थडे डियर गॉड के हाथ से केक तो खा लो। അപ്പോൾ ഗൈസ്, അവരുടെ ഇവിടെ ഷാരഡ് കേക്ക് കട്ടൊക്കെ ആയിരുന്നു. എനിക്ക് പൊങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ സ്ലീപ്പിംഗ് ബാഗിനകത്ത് ഉറങ്ങിയില്ല, വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ ബർത്ത്ഡേ സോങ് ഒക്കെ കേട്ടു. അവർ കേക്ക് വരെ കൊണ്ടുവന്നു. ദേ ബീൻ വണ്ടർഫുൾ ഗൈഡ്സ് ആൻഡ് ഹോസ്റ്റ് ആൻഡ് ടീം. ഇതൊരു അടിപൊളി ടീമായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും ഷാരൺ വിൽ ഷുവർലി റിമെമ്പർ ഹിസ് ബർത്ത്ഡേ. ഡിന്നറിന് ഞാൻ പോകുന്നില്ല, ഞാൻ വല്ല പ്രോട്ടീൻ ബാറും എല്ലാം കഴിച്ച് ടെൻറ്റിൻ്റെ അകത്ത് തന്നെ ഇരിക്കാം. ഐ എം ഫീലിംഗ് വെരി കംഫർട്ടബിൾ. സോ അങ്ങനെ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ ഇവിടുന്ന് 8 മണിക്ക് പോവും. ബേസ് ക്യാമ്പിൽ പോയി റിട്ടേൺ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റിട്ടേൺ ചെയ്ത് പാക്ക് ചെയ്തിട്ട് അവിടെ നേരെ ഡെഹ്റാഡൂണിലേക്ക് പോകുന്നതായിരിക്കും. സോ എന്തായാലും ഈ ഒരു ദിവസം ഒരിക്കലും മറക്കില്ല. ഷാരൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ സമ്മിറ്റ് കോൺക്വർ ചെയ്തു. സോ ബോഗ്യാൽ ട്രെക്ക് നമ്മൾ കോൺക്വർ ചെയ്തു. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഇറ്റ് ഓൾവേസ് ബി എ മെമ്മറി ഓഫ് എ ലൈഫ് ടൈം, അത്രേ പറയാനുള്ളൂ. സോ എന്തായാലും നാളെ കാണുന്നവരെ ഓൾവേസ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.